ഞാനിനി നിന്റേതാണേ, എൻ്റെ യേശുവേ നിന്റേതാണേ. ഞാനിനി എന്നെന്നും നിന്റേതു മാത്രമാണേ. ഞാനിനി എന്നെന്നും നിന്റേതു മാത്രമാണേ. ഞാനിനി എൻ്റേതല്ലേ, എൻ്റെ യേശുവേ നിന്റേതാണേ. ചങ്കിലെ ചോരയാൽ എന്നെ നീ വാങ്ങിയ ഞാനിനി എൻ്റേതല്ലേ. ചങ്കിലെ ചോരയാൽ എന്നെ നീ വാങ്ങിയ ഞാനിനി എൻ്റേതല്ലേ. ഞാനിനി നിന്റേതാണേ, എൻ്റെ യേശുവേ നിന്റേതാണേ. ഞാനിനി എന്നെന്നും നിന്റേതു മാത്രമാണേ. ഞാനിനി എന്നെന്നും നിന്റേതു മാത്രമാണേ. ഞാനിനി എന്നെന്നും നിന്റേതു മാത്രമാണേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം ഇതിൻ്റെ 3-ാം അധ്യായം 14-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിൽ 13 മുതലുള്ള ദൈവവചന ഭാഗത്ത് പറയുന്നത് സഹോദരന്മാരെയുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. നാം യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി എല്ലാവരും ഈ ഭൂമിയിൽ മാറി. അതിൽ പിന്നെ യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ആണെന്നോ പെണ്ണെന്നോ മുഖപക്ഷ വ്യത്യാസമില്ല. നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളും സഹോദരന്മാരുമായി മാറിയിരിക്കുന്നു. അപ്പം ദൈവം നമുക്ക്, യേശുവിനെ നാം സ്വീകരിച്ചപ്പോൾ ദൈവം നമുക്ക് പിതാവായി മാറിയെങ്കിൽ നാം എല്ലാം ദൈവത്തിൻ്റെ മക്കളായി മാറി. നമ്മളിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം അത് സ്നേഹമാണ്. കാരണം ദൈവം സ്നേഹമാണ്. നമുക്ക് ഈ ഭൂമിയിൽ ജയകരമായി നാം ജീവിക്കേണ്ടതിന് പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്കിന് കൂട്ടിനായി തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തു വരണം. പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് വരണം. എന്താണത് ഫലങ്ങൾ? അതിൽ 1-ാമത്തെ കാര്യം പറയുന്ന സ്നേഹം എന്നുള്ളതാണ്. ഇങ്ങനെ വചനമുണ്ട്: ദൈവം സ്നേഹം തന്നെ. അപ്പം ദൈവമാണ് സ്നേഹം, പരിശുദ്ധാത്മാവ് സ്നേഹമാണ്. ഒരാൾ ദൈവത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ മറ്റുള്ളവരെ സ്നേഹിക്കണം. ഇവിടെ വ്യക്തിപരമായി സഹോദരന്മാരോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. നാം സഹോദരന്മാർ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത് എന്ന് പറയും. എന്നിട്ട് പറയാണ്, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ അറിയാം. അപ്പം തന്നെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. നമുക്ക് തന്നെ ഇത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുത്ത് പോയി പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനയക്കും. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നിങ്ങൾ ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ കരം പിടിച്ച് ദൈവവചനത്തിൽ ആശ്രയിച്ച് നാം ജീവിക്കാമെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ ബലമാണ് സ്നേഹം. യേശു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെ ബലം കായ്ക്കും. അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൽ വസിക്കുമ്പോൾ ഫലം കായ്ക്കും. നമ്മളിൽ നിന്ന് വരുന്ന ബലം എന്താണ്?
അത് സ്നേഹത്തിൻ്റെ ബലമായിരിക്കും. ഇവിടെ പറയാണ്, സഹോദരന്മാരെ, നാം മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ അറിയാം. എന്നിട്ട് പറയാണ്, സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവൻ, ഇവിടെ പറയാണ്, എല്ലാവരും കൊലപാതകൻ ആകുന്നു. എന്നിട്ട് പറയില്ല, യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. എന്നിട്ട് പറയണം, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. യേശു കർത്താവ് തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി വെച്ചു കൊടുത്തതിനാൽ സ്നേഹം എന്തെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയണം, നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സിലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? എന്നിട്ട് പറയണം, കുഞ്ഞുങ്ങളെ, നാം വാക്കിലും നാവിലുമല്ല, നാം പ്രസംഗിക്കുമ്പോൾ അല്ല, വാക്കിലും നമ്മൾ പറയുമ്പോഴല്ല, എനിക്ക് ഇതിനോട് സ്നേഹമുണ്ടെന്ന് പറയുമ്പോഴല്ല പറയാം, വാക്കിലും നാവിലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ എന്ന് ഇതിനാൽ അറിയും. എന്നിട്ട് പറയണേ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തേക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നാം നമ്മുടെ ഹൃദയത്തെ അവൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യം ഉണ്ട്. അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് എന്ത് ചോദിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. എന്നിട്ട് പറയണം, അവൻ്റെ കൽപ്പനയോ, കർത്താവിൻ്റെ കൽപ്പന എന്താണ്? കർത്താവിൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെ. വാസ്തവമായിട്ട് നമ്മൾ പലപ്പോഴും സ്നാനവും അതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. ദൈവകൽപ്പനയാണ്, യെസ്, അതെല്ലാം വചനത്തിലുള്ളതാണ്. പക്ഷെ ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് എന്ന് നമ്മോട് ചോദിച്ചാൽ നമ്മളൊരു അധൈര്യം കൂടാതെ നമുക്ക് പറയാൻ കഴിയണം, ദൈവം സ്നേഹമാണ്. ഒരാൾ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു സഭയിലല്ല അംഗമാകുന്നത്, ദൈവത്തിൻ്റെ മക്കളായി മാറുക. ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ ഒരു സഭ ആവശ്യമാണ്, സഭയിലുള്ള കുടുംബങ്ങളുമായി കൂട്ടായ്മ ആവശ്യമാണ്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് വചന കേൾവി ആവശ്യമാണ്. പക്ഷെ അപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. യേശുവിനെ അറിഞ്ഞ എല്ലാവരും ദൈവമക്കളാണെന്ന് തിരിച്ചറിഞ്ഞു എല്ലാ സഭയിലുള്ളവരെയും എല്ലാ കൂട്ടത്തിലുള്ളവരെയും യേശുവിനെ സ്വീകരിച്ച എല്ലാവരെയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാൻ ഒരു ദൈവ പൈതലിന് സാധിക്കണം. അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നത് തന്നെ. അന്യോന്യം സ്നേഹിക്കുക. എന്നിട്ട് പറ, അവൻ്റെ കൽപ്പനയെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നുവെന്ന്, അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയും. ഇതെല്ലാം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇന്ന് സഹോദരന്മാരെ സ്നേഹിക്കാൻ നമുക്ക് ദൈവം ഇടയാക്കട്ടെ. അങ്ങനെ ജീവനിൽ പ്രവേശിക്കാനും ജീവനിൽ യാത്ര ചെയ്യാനും നമുക്ക് ഇടയാവട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവേ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം. ദൈവവചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് തുറക്കണമേ. ദൈവവചനം കേട്ട് അതനുസരിക്കുന്നവരായി തീരാൻ വാക്കിലും നാവിലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കാൻ, മരണം വിട്ട് സഹോദരനെ സ്നേഹിച്ച് മരണം വിട്ട് ജീവനിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കുന്നതിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ.
ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പുനനാമത്തിൽ പിതാവേ, ആമേൻ. ഇനിയും നിന്നോട് പറ്റിച്ചേരാ ആത്മമാരിയാൽ നിറയ്ക്കാം, ആദ്യ സ്നേഹമിന്നിൽ പകർന്നു അത്ഭുത സൃഷ്ടിയായി അലങ്കരിക്കാൻ. ഇനിയും നിന്നോട് പറ്റിച്ചേരാ ആത്മമാരിയാൽ നിറയ്ക്കാം, ആദ്യ സ്നേഹമെന്നിൽ പകർന്നു അത്ഭുത സൃഷ്ടിയായി അലങ്കരിക്കാൻ. ഇനിയും നിന്നോട് പറ്റിച്ചേരാ.